പൂട്ടിയ 418 ബാറുകൾ സംബന്ധിച്ച നയം ചർച്ച ചെയ്യാൻ കൂടിയ UDF യോഗമാണ് മദ്യരഹിത കേരളമെന്ന നയരൂപീകരണത്തിലേക്ക് എത്തിയത്. 2015 ഏപ്രിൽ മുതൽ കേരളത്തിൽ 5 സ്റ്റാർ ബാറുകൾ മാത്രമേ ഉണ്ടാകൂ എന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. കേരളത്തിൽ ഇനി 5 സ്റ്റാർ ഹോട്ടലുകൾ മാത്രം മതി, പുതിയതായിട്ട് മതി എന്ന നയം നിലവിലുള്ള 5 സ്റ്റാർ അല്ലാത്ത എല്ലാ ഹോട്ടലുകൾക്കും ഒരുപോലെ ബാധകമാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അതായത് ഇന്ന് പൂട്ടിക്കിടക്കുന്ന 418 ബാറുകൾക്കും ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന 312 ബാറുകൾക്കും തുടർന്ന് പ്രവർത്തിക്കാൻ അനുമതി ഉണ്ടാവില്ല. ഈ 312 ബാറുകളുടെ കാര്യത്തിൽ ഞങ്ങളൊരു ലീഗൽ അഡ്വൈസ് കൂടെ ഒന്ന് വാങ്ങും. ബിവറേജസ് കോർപ്പറേഷൻ്റെ ഔട്ട്ലെറ്റുകൾ പുതിയതായി തുടങ്ങില്ല. ഇനി ഓരോ വർഷവും 10% ഔട്ട്ലെറ്റുകൾ നിർത്തലാക്കുന്നത്. വാരാന്ത്യ ദിനങ്ങൾ, അതായത് ഞായറാഴ്ച ട്രൈ ഡേ ആയി പ്രഖ്യാപിക്കും. മദ്യനിരോധനം നടപ്പിലാക്കുമ്പോഴുണ്ടാകുന്ന തൊഴിൽ പ്രശ്നങ്ങളെ മറികടക്കാനും മദ്യത്തിനടിമപ്പെട്ടവരുടെ ചികിത്സയ്ക്കുള്ള പദ്ധതികളും UDFന്റെ മദ്യനയത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബാറുകളിലെ തൊഴിലാളികൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്താൻ സാമ്പത്തിക സഹായവും ബാങ്കിൽ നിന്ന് വായ്പയും ലഭ്യമാക്കും. ഓരോ വർഷവും നിർത്തലാക്കുന്ന ബിവറേജസ് കോർപ്പറേഷൻ ഔട്ട്ലെറ്റിലെ തൊഴിലാളികളെ പുനരധിവസിപ്പിക്കും. കേരള ആൽക്കഹോൾ എഡ്യൂക്കേഷൻ റിസർച്ച് റീഹാബിലിറ്റേഷൻ ആൻഡ് കോമ്പൻസേഷൻ ഫണ്ട് KAERCF രൂപീകരിക്കുന്നതാണ്. അമിത മദ്യപാനം മൂലം ജീവിതം തകർന്നവർക്ക് നഷ്ടപരിഹാരം നൽകുക, ഈ തീരുമാനം കൊണ്ട് തൊഴിൽ നഷ്ടപ്പെടുന്നവരെ പുനരധിവസിപ്പിക്കുക തുടങ്ങിയവയും ഇതിന്റെ ലക്ഷ്യങ്ങളായിരിക്കും. മദ്യത്തിൽ നിന്നുള്ള വരുമാനത്തിനെ കണക്കിലെടുക്കുന്നില്ലെന്നും തികച്ചും പ്രായോഗികമായ പദ്ധതിയാണ് പ്രഖ്യാപിച്ചതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പദ്ധതിയുടെ നടത്തിപ്പിന് ജനങ്ങളുടെ സഹകരണവും മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു. മീഡിയ 1 തിരുവനന്തപുരം.